RJDക്ക് ഒരു 25% സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ്. വിജയത്തിന്റെ പെർസെന്റേജ് നോക്കുമ്പോൾ 25% സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ്. കോൺഗ്രസിന് 61 സീറ്റിൽ മത്സരിച്ച് 6 എന്ന് പറയുമ്പോൾ 10% സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ വിജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്നത്. അതേസമയം 101-ൽ 87% ആയി തന്നെ അതിനെടുക്കാം. 90% അടുത്ത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്ന തുല്യമായ ഒരു കാറ്റാണ്, അതൊരു കൊടുംകാറ്റാണ്, അതൊരു വലിയ ജനവികാരത്തിന്റെ പ്രകടനമാണ്. 75 സീറ്റ് എന്ന JDUവിന്റെ സീറ്റ്, അതും വലിയൊരു ജനവികാരത്തിന്റെ പ്രകടനമാണ്. ബീഹാറിൽ പലപ്പോഴും ഇത്തരം കാറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഇത്തരം കാറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയത്തെ ആകെയും ദേശീയ തലത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. 70കളുടെ മധ്യത്തിലെ ബീഹാറിലെ ജനതാ മൂവ്മെന്റ് അത് രാജ്യത്തെ പൊളിറ്റിക്സ് ആകെ മാറ്റിമറിച്ച് നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ JDU, ജനതാദൾ യുണൈറ്റഡും ഒപ്പം RJDയും. അതിന്റെ കഷ്ണങ്ങളാണ്, അതിന്റെ പിരിവുകളാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് നമുക്ക് അറിയുന്നതാണ്. അതിന്റെ തുടർച്ച കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുകൂടി പറയേണ്ടി വരുന്നു. ഒപ്പം ഡൽഹിയിൽ ആം ആദ്മി എന്ന വലിയൊരു പ്രഭാവം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ട് ജനവികാരമാകെ അവർക്കൊപ്പം സമാഹരിക്കപ്പെടുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. പഞ്ചാബിൽ സമാനമായ ഉദാഹരണം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അവിടെയാണ് പ്രശാന്ത് കിഷോറിന്റെ ഇനിയുള്ള പ്രസക്തി എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നിൽ വലിയ തന്ത്രജ്ഞനായി അദ്ദേഹം അവതരിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പിറവിയിൽ പോലും സുപ്രധാനമായ പങ്കുണ്ടായിരുന്നു പ്രശാന്ത് കിഷോറിന്. പക്ഷേ പ്രശാന്ത് കിഷോർ സ്വന്തം സംസ്ഥാനത്ത് നടത്തിയ പരീക്ഷണം, ബീഹാറിൽ നടത്തിയ പരീക്ഷണം, അത് വിജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. പി ബസുന്നുണ്ട്. 25 സീറ്റിനപ്പുറത്തേക്ക് JDU പോയാൽ, ഇപ്പോഴത്തെ 3 ഇരട്ടി 75 സീറ്റ് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് കാണിക്കുന്നത്. 25 സീറ്റിനപ്പുറത്തേക്ക് പോയാൽ ഞാൻ രാഷ്ട്രീയം തന്നെ വിടും എന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നല്ലോ. എന്താണ് പ്രശാന്ത് കിഷോറിന് സംഭവിച്ചത്, JSPക്ക് സംഭവിച്ചത്? അത്തരമൊരു വിശകലനം കൂടി. രതീഷ്, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെയും അവരുടെ പ്രകടനത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഈ സിനിമാ നിരൂപകരൊക്കെ സിനിമ എടുക്കുമല്ലോ, അവരുടെ ആദ്യത്തെ സിനിമ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ കാര്യം. നിരൂപണത്തിലൊക്കെ ഗംഭീരമായിരിക്കും, പക്ഷേ സിനിമ എടുക്കുമ്പോൾ പൊളിഞ്ഞ് പാളീസാകുന്ന ഒരു സീനാണ്. അതാണിപ്പോൾ പ്രശാന്ത് കിഷോറിനെ കുറിച്ച് പറയാൻ കഴിയുക. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ വിവിധ തലത്തിൽ പ്രശാന്ത് കിഷോർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ പിന്നെ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം കണ്ടിട്ടാണ് മോദി കൂടെ ചേർക്കുകയും 2000 മൂന്നാമത്തെ ടേമിൽ മോദിയെ ജയിക്കാൻ സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് CAG എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിച്ചു. അതിൽ പിന്നെ മോദിയെ എന്ന് വെച്ചാൽ സിറ്റിസൺസ് ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്നുള്ളതായിരുന്നു. അതിൽ മോദിയെ ഒരു വിജയത്തിൽ 2014 കൊണ്ടുവരാൻ സഹായിച്ചു. 2015 ആയപ്പോഴത്തേക്ക് മോദിയുമായി തെറ്റുന്നു. പിന്നെ ജനതാദളിൽ ചേരുന്നു. ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിനൊപ്പം ചേർന്ന് മഹാഗഠബന്ധൻ വരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പേരെടുക്കുന്നു. പിന്നെ വിവിധ പാർട്ടികൾ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൂടെ ചേർക്കുന്ന ഒരു സാഹചര്യം വരുന്നു. പക്ഷേ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി, റോത്താസിൽ ജനിച്ച ആളാണ്, ബീഹാറിലെ റോത്താസിൽ ജനിച്ച ആളാണ്. സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി സ്വന്തം സംസ്ഥാനത്ത് മത്സരിച്ചപ്പോൾ ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളത് കണ്ടുനിന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്ന ഏറ്റവും അവസാനം നൽകിയ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ JSP ജനസുരാജ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകാശമാണ് അതിര്, ഇല്ലെങ്കിൽ ഭൂമി എന്നുള്ളതായിരുന്നു. അതായത് ഞങ്ങൾ 10 സീറ്റിൽ താഴോട്ട് പോവാം, ഇല്ലെങ്കിൽ 150ലേക്ക് പോകും എന്നുള്ളതൊക്കെയായിരുന്നു. 25 സീറ്റിൽ കൂടുതൽ ജനതാദൾ യുണൈറ്റഡിനും നിതീഷ് കുമാറിനും കിട്ടുകയാണെങ്കിൽ താൻ രാഷ്ട്രീയം വിടുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിതീഷ് കുമാർ 70, 80 ഒക്കെ ആയിട്ടുണ്ട്. ഇനി പ്രശാന്ത് കിഷോർ രാഷ്ട്രീയം വിടുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. അതായത് രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചുമന്നുകൊണ്ട് നടന്ന ഒരാൾ ഇന്നിപ്പോൾ രാഷ്ട്രീയം വിടുമോ എന്നുള്ളതാണ്. അത് കാണേണ്ടതാണ് ഇപ്പോഴുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഒന്നുകിൽ ആകാശം, ഇല്ലെങ്കിൽ ഭൂമി. ഇപ്പോൾ പൂർണ്ണമായും തറ പറ്റി ഇരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ സ്വന്തം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ ആ ഒരു ജാതികൾ തമ്മിലുള്ള ആ സമവാക്യം അത് ചേർത്ത് വെക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതായിരുന്നു മഹാഗഠബന്ധൻ്റെ ആ ഒരു വിജയം, 2015 വിജയത്തിൻ്റെ ഒരു പിന്നിൽ പ്രശാന്ത് കിഷോർ ഉണ്ടായിരുന്നു. കൃത്യമായി അന്ന് ബീഹാറിൽ പോരുന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു പോയിന്റ് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ടിങ് ബോർഡ് അതായിരുന്നു. ആര് പോയാലും ഈ മഹാഗഠബന്ധൻ്റെ പ്രശാന്ത് കിഷോർ ആരെയും എൻ്റർടൈൻ ചെയ്യുമായിരുന്നു. മണിക്കൂറുകൾ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. കൃത്യമായി ആ രാഷ്ട്രീയം പറയുമായിരുന്നു. എന്തുകൊണ്ട് മഹാഗഠബന്ധൻ ബീഹാർ തൂത്തുവാരും എന്നുള്ളത്. അതായത് JDUവിൻ്റെ അല്ലെങ്കിൽ നിതീഷിൻ്റെ, അന്ന് JD ആയിരുന്നു, നിതീഷിൻ്റെ പിന്നെ EBC വോട്ടും
ലാലു പ്രസാദിൻ്റെ കൂടെയുള്ള മുസ്ലിം യാദവ വോട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ആർക്കും ജയിക്കാൻ കഴിയില്ല എന്നുള്ള അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് പ്രശാന്ത് കിഷോർ. മറ്റൊന്ന്, ബീഹാർ അന്നത്തെ ഇലക്ഷൻ്റെ സമയത്ത് അന്നത്തെ RSS മേധാവിയുടെ ഒരു വളരെ വിവാദമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, സംവരണവുമായി ബന്ധപ്പെട്ടുള്ള. അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റി BJP അധികാരത്തിൽ വന്നാൽ സംവരണം ഇല്ലാതാകുമെന്നുള്ളൊരു നരേറ്റീവ് ആഖ്യാനം ഉണ്ടാക്കിക്കൊണ്ട് വലിയ തോതിൽ ബീഹാറിൽ മാത്രമല്ല അത് രാജ്യത്താകമാനം തന്നെ വലിയൊരു പ്രചരണമാക്കി മാറ്റാൻ പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലൊക്കെ പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞെങ്കിലും സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി 243 സീറ്റുകളിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പ്രശാന്ത് കിഷോർ മത്സരിച്ചതുമില്ല. അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അതിന് മറ്റ് ചില കാരണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ആ ഒരു പരീക്ഷണം പൂർണ്ണമായി പരാജയപ്പെടുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് വെച്ച വെല്ലുവിളി, അതായത് JDUവിന് 25 സീറ്റിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം വിടും എന്ന് പറഞ്ഞ ഒരു കാര്യം. പക്ഷേ ഇതിലൊക്കെ ഉപരി മറ്റൊന്നുള്ളത്, ആരാണ് പ്രശാന്ത് കിഷോറിന് ഇത്രയും പണം നൽകിയത് എന്നുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടികൾ നൽകിയത് ആര് എന്നുള്ളതാണ്. ഒരു പ്രോക്സി ആയിരുന്നോ എന്നുള്ളതാണ്. BJP ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയാണോ പ്രശാന്ത് കിഷോറിനെ നിർത്തിയതെന്നുള്ളത്. അദ്ദേഹം വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ആ ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോറിൻ്റെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിൽ വോട്ടുകളിൽ, അതായത് മഹാഗഠബന്ധനോ അല്ലെങ്കിൽ NDAക്കോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയം പറയാനാണെങ്കിൽ സിനിമാ നിരൂപകൻ ഒരു സിനിമ എടുത്ത പോലെ ആയിരിക്കും. നല്ല ഉദാഹരണമാണ്. എന്തായാലും സംഭവം പൊളിഞ്ഞു പോയി, വലിയ ഫ്ലോപ്പായി പോയി പ്രശാന്ത് കിഷോർ. ഒരു സീറ്റും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയിൽ എവിടെയും ഒരു നിർണായക മുന്നേറ്റം നടത്താൻ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് കഴിഞ്ഞതായി നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ചില്ല. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, BJP 85 സീറ്റ്, 101-ൽ 85 സീറ്റ് BJPക്ക്, 101-ൽ 76 സീറ്റ് JDUവിന്, 29-ൽ 20 സീറ്റ് LJPക്ക്, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്ക് 5 സീറ്റ്. ഇതാണ് NDAയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ സീറ്റ് നില. അങ്ങനെ